നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് സംസ്ഥാനത്തെ മതസാമുദായിക നേതാക്കൾ ഭരണമാറ്റം വേണമെന്നോ വേണ്ടെന്നോ പറയുന്നില്ലെന്നായിരുന്നു NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ പ്രതികരണം. നന്മയ്ക്ക് വോട്ട് ചെയ്യണമെന്നായിരുന്നു കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവയുടെ ആഹ്വാനം. FCRA നിയമ ഭേദഗതി നിലപാട് എങ്ങനെ പ്രതിഫലിപ്പിക്കണമെന്ന് ജനങ്ങൾക്കറിയാമെന്ന് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പ്രതികരിച്ചു. വോട്ടെടുപ്പ് ആരംഭിച്ച് ആദ്യ മണിക്കൂറിൽ തന്നെ സംസ്ഥാനത്തെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ മതസാമുദായിക നേതാക്കൾ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളാണ് രാജാക്കന്മാരെന്നും ആരു ഭരിക്കണമെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെയെന്നും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പ്രതികരിച്ചു. ഒപ്പം FCRA നിയമഭേദഗതിയിലെ വിയോജിപ്പും പരസ്യമാക്കി. FCRA നിയമഭേദഗതിയിലെ ആശങ്ക തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും പ്രകടിപ്പിച്ചു. ഒപ്പം നാടിന് അനുയോജ്യരായവരെ വിജയിപ്പിക്കണമെന്ന പ്രതികരണവും. സാഹചര്യങ്ങൾ പലതരത്തിലുള്ള വ്യാഖ്യാനിക്കപ്പെടുക. അപ്പോൾ അതുകൊണ്ട് നാടിന് ഏറ്റവും അനുയോജ്യരായ വ്യക്തികളെ തിരഞ്ഞെടുത്ത് ജയിപ്പിച്ച് നല്ല മന്ത്രിസഭയുണ്ടാക്കണം. അതുകൊണ്ട് ഒരു പാർട്ടിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എന്തായാലും FCRAയുടെ നിയമങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് അതിൽ 2 ക്ലോസുകൾ 15, 16, 15 നേരത്തെ ഉണ്ടായിരുന്നു ബന്ധപ്പെട്ടതാണ്. 16ാമത്തെ ക്ലോസ് അത് എല്ലാ സന്നദ്ധ സംഘടനകളെയും ഏകദേശം ഇല്ലാതാക്കാൻ ഉള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ഏജൻസിയെ വെച്ചിട്ട് അവർക്കെല്ലാം പിടിച്ചെടുക്കാവുന്ന രീതിയിലുള്ള ക്ലോസുകളുണ്ട്. അത് തീർച്ചയായും ഇന്ത്യയുടെ മതേതരത്വത്തിനും ഭരണഘടനയ്ക്കും മനുഷ്യത്വത്തിനും എതിരാണ്. നാടിന്റെ വളർച്ചയ്ക്കായി വോട്ട് വിനിയോഗിക്കണമെന്ന് തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് സ്കൂളിൽ വോട്ടവകാശം വിനിയോഗിച്ച ശേഷം കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ പ്രതികരിച്ചു. വോട്ട് ചെയ്യാൻ ഒരവസരം ആയുസ് കിട്ടി. അത് നന്മയ്ക്കായി നമ്മുടെ ദേശത്തിൻ്റെ വളർച്ചയ്ക്കായിട്ട് എല്ലാവരുടെയും വോട്ട് ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ച് നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിനം ഞാൻ നേരുന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം ഗവൺമെന്റ് LP സ്കൂളിലെത്തി സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ, മുൻ രൂപതാധ്യക്ഷൻ മാർ മാത്യു അറക്കൽ എന്നിവർ കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ സെന്റ് ജോർജ് സ്കൂളിലെത്തി വോട്ടവകാശം വിനിയോഗിച്ചു. കഴിഞ്ഞ സർക്കാരിനോട് തൃപ്തിയും അതൃപ്തിയും ഉണ്ടെന്നും സമ്മതിദാനാവകാശം ബുദ്ധിപൂർവ്വം വിനിയോഗിക്കണമെന്നും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഇടുക്കി ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ പ്രതികരിച്ചു. നമ്മുടെ ജനങ്ങൾ പ്രബുദ്ധരാണ്. വികസനം തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുണ്ടാകണം. അതിനനുയോജ്യരായ ആളുകളെ പ്രബുദ്ധരായ ജനത, ഇതിൽ എല്ലാ വിഭാഗം ആളുകളുമുണ്ട്. അതുകൊണ്ട് ഔദ്യോഗികമായ പിന്തുണ അങ്ങനെ പ്രത്യേകിച്ചില്ല. ജനങ്ങൾ അവരുടെ മനസ്സാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്യുമെന്നാണ്. രൂപതയ്ക്ക് തൃപ്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഭരണത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഓരോ ഭരണകൂടവും ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് തൃപ്തിയുണ്ട്. അത്ര നല്ലതല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് കാലാകാലങ്ങളിൽ നിങ്ങൾ അതൃപ്തിയും പ്രകടിപ്പിക്കും. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ, ട്രഷറർ സ്വാമി ശാരദാനന്ദ തുടങ്ങിയവർ ശിവഗിരി മഡ് ജംഗ്ഷനിലെ PWD മൈനർ ഇറിഗേഷൻ ഓഫീസിലെ ബൂത്തിലെത്തി ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.